ഞാൻ വണ്ടിയുടെ കാര്യം പറഞ്ഞു. ജോണി പറഞ്ഞേന്നോ, അതായത് മറ്റേ അതെ അതെ, അത് നേരത്തെ പറഞ്ഞ കേസ് ലൈവില് ഇനി ഇല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് വണ്ടി നമ്മൾ ഇന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ്ലിംഗ് ഒക്കെ സെറ്റാക്കി ഇന്ന് ഇടാനുള്ള ഇതിലായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അറിയണ്ടാവും, എക്സ്റ്റാൻഡീസിൽ ഇപ്പോൾ സെർവർ വണ്ടിയും വെഹിക്കിളും ഗ്യാങ് ഹൗസിന്റെ ഫയലൊക്കെ ലീക്ക് ആവുന്ന ഇഷ്യൂ ഉള്ളത്. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതെല്ലാം കസ്റ്റം പണിയിപ്പിച്ച് സെറ്റാക്കിയുള്ളതാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ വണ്ടി സെർവറിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യാണ്ട് നമ്മളിപ്പോ സെർവറിൽ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഇതും ലീക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചാൻസ് ഉണ്ടെന്നല്ല, മോസ്റ്റ്ലി ലീക്ക് ആവും. അപ്പോൾ അതിന് വെറുതെ ഇതാക്കണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇഷ്യൂ ഒന്ന് ഫിക്സ് ആക്കിയിട്ട് സെർവറിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെറ്റാക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. സോ വണ്ടി കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇതെങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ നിഞ്ചിനോട് ചോദിച്ചു, ഇവന്മാർ ഇത് എങ്ങനെയാണെന്ന് അറിയാം. ഇവന്മാർ ഇത് ഈവൻ ഡംപ് ചെയ്തെടുക്കുക, അങ്ങനത്തെ സെറ്റപ്പാണ്. ഡംപ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അത് ആ ഡംപ് ചെയ്തെടുക്കാൻ സെർവറിൽ പോലും നിഞ്ച പറഞ്ഞ സെർവറിൽ പോലും കയറേണ്ട ആവശ്യമില്ല. നമ്മൾ മറ്റേ കണക്റ്റിംഗ് അടിച്ചിട്ട് മറ്റേ ലോഡിംഗ് സ്ക്രീനിൽ വരില്ലേ, അപ്പോൾ കാണിക്കില്ല മറ്റേ ലോഡിങ്ങിൽ അവിടെ വെച്ചിട്ട് തന്നെ ഈ സാധനം ഡംപ് ചെയ്തെടുക്കാൻ പറ്റത്രേ. സെർവറിൽ ലോഡാവാൻ പോലും വേണ്ട. അതെ അതെ, അതും നിഞ്ച പറഞ്ഞത് ഈ സാധനമൊക്കെ എക്സ്റ്റാൻഡിസിറ്റിയിൽ ഇത് ചുമ്മാ ഡംപ് ചെയ്താൽ നമുക്ക് ഇത് ലോക്ക് ഇടാൻ പറ്റും ഈ ഫയലിനൊക്കെ, അതായത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ലോക്ക് ഇടാൻ പറ്റും. അപ്പൊ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അത് ഡംപ് ചെയ്തെടുത്താലും അത് എടുക്കാൻ പറ്റില്ല, ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, അത് ലോക്ക് ഉണ്ട്, ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. നോർമലി ഡിക്രിപ്റ്റ് പറ്റില്ല. ഇവരിത് പൈസ കൊടുത്ത് പേയ്മെന്റ് ചെയ്തിട്ട് ഈ ലോക്ക് പൊട്ടിച്ചിട്ടാണ് ഇവന്മാരിത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് ഫ്രീ ആയിട്ട് ഏതൊരു ഇതില് ഫ്രീ ആയിട്ടാണ് ഈ സാധനം ഇത് കൊടുക്കുന്നത്. ഇവന്മാര് ഇതൊക്കെ പൈസ കൊടുത്ത് ക്യാഷ് കൊടുത്തിട്ട് ഈ ലോക്ക് പൊട്ടിച്ച് എന്നിട്ട് അതെടുത്തിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഉമ്മാരത്തരന്മാരെ കഴപ്പ് നോക്കിയേ. ഇപ്പൊ ഉമ്മാരന്റെ ഡീഡോസ് അടിക്കണ്ടാവുക. അത് ഫിക്സ് ആവില്ല എന്ന് പറയാൻ കാരണം ശരിയാണ്. ഇതിപ്പോ എന്ത് ചെയ്യാനല്ല, ഇതിന് ഫിക്സ് ആവില്ല എന്ന് വെച്ചാല് ശരിയാണ്. എന്ത് ചെയ്യാനാ, ഇതിന് ഒന്നും ചെയ്യാല്ല. കാരണം 5M ഒരു ബേസിക് സംഭവമാണ്. ശരിയാണ്, ഒന്നും ചെയ്യാനില്ല. 5M ഇഷ്യൂ ആണ്. അതാ 5M ഇഷ്യൂ ഇതിൽ വരുന്നതാണ്, ആ സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. അപ്പൊ അത് ശരിയാണ്, അറിയില്ല. ഞാൻ സംസാരിച്ചോട്ടെ, ഓക്കെ സംസാരിച്ചോട്ടെ എന്താ ചെയ്യണ്ടെന്നുള്ള. 5M ആണ് ഫിക്സ് ആക്കണ്ടേ. TVS 6x6 ഉണ്ടായി. അതന്നെ TVയുടെ. അതുപോലെ MRCയുടെ പുതിയ ഗ്യാങ് ഹൗസ് വരെ ഉണ്ട്, ലീക്ക് ആയിട്ടുണ്ട്. വീഡിയോ എന്താ നിനക്കൊക്കെ എടാ വെള്ളം വിളിച്ച് പറയാ. ഞാൻ എനിക്ക് സ്നേഹത്തിന്റെ പുറത്ത് ഈ ചേട്ടനെ കാണാനുള്ള ആഗ്രഹം. അയ്യോ, എന്നെ കാണാൻ നീ ആ ഫേസ് ക്യാം അടുത്തോട്ട് സൂം ചെയ്ത് വെക്ക്, എന്നിട്ട് അതിനകത്തിരുന്ന് എന്നെ കണ്ടോണ്ടിരിക്കും. എത്ര നാളെ ചേട്ടാ നമ്മൾ ഒന്നിച്ചെന്ന് കിടന്നിട്ട്. അങ്ങനല്ല, ഒരു റൂമിൽ പോക്കൃത്തരം പറയണടാ നീ. അല്ല, നമ്മൾ എത്ര റൂമിൽ കിടന്നിട്ടുണ്ട്. അതാരാ പറയുന്നത്? ആവശ്യമില്ലാത്തൊക്കെ ലൈവിനകത്ത് വിളിച്ചു പറഞ്ഞ് എന്റെ ദാമ്പത്യ ജീവിതത്തിനാണ് അതൊക്കെ അഫക്ട് ചെയ്യണം, മനസ്സിലായ? ഗായ്സ്, ഇത് കല്യാണത്തിന് മുമ്പായിരുന്നു. കല്യാണത്തിന് മുമ്പേ അതിന്റെ കൂടെ ആയിരുന്നു കിടക്കണേ. അയ്യോ, അങ്ങനല്ല, ചേട്ടൻ കട്ടിലേ കിടക്കും, ഞാൻ താഴെ കിടക്കും. ഓർമ്മയില്ലേ? നിക്കോൺ അങ്ങനെ പറ നല്ല എക്സ്പോസർ. ഇവര് നിനക്കൊന്നും നാക്കിന് കൺട്രോൾ ഇല്ലടാ, നിനക്കൊന്നും. അല്ല, ചേട്ടനെ കാണാനും കെട്ടിപ്പിടിക്കാനുള്ള ഒരു ആഗ്രഹം. ഞാൻ വല്ല പറയവേ നിക്കോണേ, ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും ഞാൻ ഇപ്പൊ അടുത്തൊരു പോസ്റ്റ് എന്തോ ഉണ്ടായിരുന്നു. അതായത് ഈ കടുവ എന്ന് പറയുന്ന പ്ലെയർ ഇതേപോലെ ഒരു ഇൻസ്റ്റഗ്രാമില് ആക്റ്റീവ് അല്ല, ഒരു യൂട്യൂബ് സ്ട്രീമർ അല്ല, ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ അവന്റെ പേര് എല്ലാവരും, ഒരു റിക്രൂട്ട്മെന്റ് വരുമ്പോ അവന്റെ പേര് ഇപ്പോഴും ചാറ്റിൽ ഫുൾ സ്പാമിക. ആ ഒരു ഓറ നിങ്ങള് എത്ര കൊല്ലം കഴിഞ്ഞ് ആര് പാട്ടുണ്ടാക്കും? അത്തള പിത്തള തവളാച്ചി ടിവിയിലെ ഇറ്റാച്ചി. അത്തള പിത്തള തവളാച്ചി ടിവിയിലെ ഇറ്റാച്ചി. അത്തള പിത്തള തവളാച്ചി, അത്തള പിത്തള തവള
നമ്മുടെ സ്വന്തം